മുഖ്യമന്ത്രി പിണറായി വിജയന് സംസ്ഥാന സർക്കാരിന് സിപിഎമ്മിന് വീണ്ടും ചോദ്യങ്ങൾ. സിപിഎമ്മിന് വലിയ തിരിച്ചടി. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ ശിക്ഷ ശരിവച്ച് ഹൈക്കോടതി 2 പേരെ വെറുതെ വിട്ടത് റദ്ദാക്കി. നല്ല വിധിയെന്നും തെളിഞ്ഞത് സിപിഎം പങ്കെന്നും പി മോഹനൻ അടക്കമെതിരെ പോരാട്ടം തുടരുമെന്നും കെ രമ വ്യക്തമാക്കിയിരിക്കുകയാണ്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ ശരിവച്ച് ഹൈക്കോടതി 2 പേരെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടി റദ്ദാക്കുകയും ചെയ്തു. കെ കൃഷ്ണൻ, ജ്യോതി ബാബു എന്നിവരെ വെറുതെ വിട്ടാണ് റദ്ദാക്കിയത്. പ്രതികളും സർക്കാരും ടി.പിയുടെ ഭാര്യ കെ രമ MLA നൽകിയ അപ്പീലുകളാണ് ജസ്റ്റിസ് AK ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. പ്രതികളായ MC അനൂപ്, കിർമാണി മനോജ്, കോടി സുനി, TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത്, K ഷിനോജ്, KC രാമചന്ദ്രൻ, ട്രൗസർ മനോജ്, CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന PK കുഞ്ഞനന്ദൻ, വായപ്പടച്ചി റഫീഖ് എന്നീ പ്രതികൾക്ക് ജീവപര്യന്തം തടവും മറ്റൊരു പ്രതിയായ ലംബു പ്രദീപിന് 3 വർഷം കഠിന തടവും വിചാരണ കോടതി 2014 ശിക്ഷ വിധിച്ചിരുന്നു. PK കുഞ്ഞനന്ദൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടെ 2020 ജൂണിൽ മരിച്ചു. 36 പ്രതികളുണ്ടായിരുന്ന കേസിൽ CPM നേതാവായ പി മോഹനൻ ഉൾപ്പെടെ 24 പേരെ വിട്ടയച്ചിരുന്നു. 12 പ്രതികളാണ് ശിക്ഷാവിധിക്കെതിരെ അപ്പീൽ നൽകിയത്. അതേസമയം പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷനും അപ്പീൽ നൽകിയിരുന്നു. CPM നേതാവ് പി മോഹനൻ ഉൾപ്പെടെയുള്ളവരെ വിട്ടയച്ചതിനെതിരെയായിരുന്നു കെ രമയുടെ അപ്പീൽ. പി മോഹനനെ വെറുതെ വിട്ടത് കോടതി ശരിവെച്ചു. കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ളവരുടെ ശിക്ഷയാണ് ശരിവച്ചത്. 2012 മെയ് 4-ന് RMB സ്ഥാപക നേതാവായ ടി.പി. ചന്ദ്രശേഖരനെ വടകരയ്ക്കടുത്ത് വള്ളിക്കാട് അക്രമി സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ചന്ദ്രശേഖരൻ CPMൽ നിന്ന് വിട്ടുപോയി തന്റെ സ്വദേശമായ ഒഞ്ചിയത്ത് RMB എന്ന പേരിൽ പുതിയ പാർട്ടി ഉണ്ടാക്കിയതിന് പകരം വീട്ടാൻ CPMകാരായ പ്രതികൾ കൊല നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ 10 പ്രതികളുടെ ശിക്ഷ ശരിവെച്ച ഹൈക്കോടതി വിധി നല്ല വിധിയെന്ന കെ രമ അഭിപ്രായം പറഞ്ഞതിനാണ് പാർട്ടി ആലോചിച്ച് ടി.പിയെ വെട്ടിക്കൊന്നത്. CPMന്റെ പങ്കാണ് കോടതിയിൽ തെളിഞ്ഞിരിക്കുന്നത്. പി മോഹനൻ അടക്കമുള്ളവരുടെ പങ്ക് തെളിയിക്കാൻ നിയമ പോരാട്ടം തുടരുമെന്നും കൊലയാളികൾക്ക് വേണ്ടിയാണ് പാർട്ടി നിലകൊണ്ടതെന്നും രമ പറഞ്ഞു. വളരെ ഗൗരവമായി തെളിവുകൾ പരിശോധിച്ച കോടതി എല്ലാ വിശദാംശങ്ങളും പരിശോധിച്ചാണ് വിധി പറഞ്ഞത് എന്ന പ്രോസിക്യൂഷനും കൂട്ടിച്ചേർത്തു. ഗൂഢാലോചന കേസിൽ ഇത്രയുമധികം പേർ ശിക്ഷിക്കപ്പെട്ട കേസ് ഉണ്ടാവില്ല. ടി.പിക്കെതിരെ പരസ്യമായി ഭീഷണി മുഴക്കിയ ആളാണ് കെ കൃഷ്ണൻ. ജ്യോതി ബാബു ഗൂഢാലോചനയിൽ പങ്കാളിയെന്നും പ്രോസിക്യൂഷൻ. RMB നേതാവായിരുന്ന ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ 36 പ്രതികളിൽ 12 പേരെയാണ് 2014 വിചാരണ കോടതി ശിക്ഷിച്ചത്. ഇതിനെതിരെയാണ് ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാരും CPM നേതാവ് പി മോഹനൻ ഉൾപ്പെടെയുള്ള പ്രതികളെ വിട്ടയച്ചതിനെതിരെ കെ രമയും അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ അപ്പീലുകളിലാണ് 10 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ശരിവെച്ച് ഡിവിഷൻ ബെഞ്ച് വിധി പറഞ്ഞത്.